വർഷം വന്ന ഒരു മനുഷ്യന്റെയും ഹജ്ജ് സ്വീകരിച്ചില്ല. ഈ വർഷം ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന്റെയും ഹജ്ജ് സ്വീകരിച്ചില്ല. എന്നാൽ ഇന്ന സ്ഥലത്തുള്ള ഒരു മുവഫക്ക് ആ മനുഷ്യൻ ചെയ്ത ഒരു നന്മയ്ക്ക് പകരം അല്ലാഹു ആ മനുഷ്യന് ഹജ്ജിന്റെ കൂലി കൊടുത്തു. ഇവരുടെ മുഴുവനും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു. ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം നേടിയ മനുഷ്യന് ആരാ പടച്ചവനെ? അവിടുന്ന് നാടും പേരും പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനവറുകളെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മതാഫിന്റെ സൈഡിൽ കിടന്നിട്ട് ആ മനുഷ്യനെ പെടന്ന് ചാടി എണ്ണിക്കുന്നു. ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ കൂലി കിട്ടിയ ആ മനുഷ്യനാരാ? ആ മനുഷ്യൻ ചെയ്ത നന്മ എന്താണല്ലോ? പറഞ്ഞ അടയാളം വെച്ച രാജ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. പറഞ്ഞ അടയാളം വെച്ച് കടന്നു ചെല്ലുമ്പോ ആരാണ് കാണിച്ചു കൊടുത്ത മനുഷ്യനെന്നറിയോ? ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനാ. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനെയാണ് അവിടുന്ന് സ്വപ്നത്തിൽ കണ്ടത്. ആ മുവഫക്കിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ചൊരു സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിന്റെ സൈഡിൽ കിടക്കുമ്പോ നിങ്ങളെ കുറിച്ച് ഞാനൊരു സ്വപ്നം കണ്ടു. ആ സമയത്ത് ആരാ മുവഫക്ക് എന്നറിയോ? ചെരുപ്പ് കുത്തി ജീവിക്കുന്ന പാവപ്പെട്ടവനാടോ മുസ്ലിമേ? ചെരുപ്പ് കുത്തി ജീവിക്കുന്ന പാവപ്പെട്ടവനാണ് ആ മനുഷ്യന്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു മോഹമാണ് ഹജ്ജിന് പോകണം, ഹജ്ജിന് പോകണം. ജീവിതത്തിന്റെ വലിയൊരു അഭിലാഷമായിരുന്നു. കയ്യിൽ പൈസയില്ല, പാവപ്പെട്ടവനാണ്, ചെരുപ്പ് കുത്തിയാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസ അങ്ങനെ അല്പമായിട്ട് അവിടുന്ന് ശേഖരിച്ചു വെക്കുകയാ. തനിക്ക് ഓരോ ദിവസവും ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന തുച്ഛമായ ദിർഹമുകളുണ്ടല്ലോ, അവിടുന്ന് സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിനാ ഹജ്ജിന് പോകാറ്? വർഷങ്ങളായി മനുഷ്യനിങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടി വെക്കുകയാ. നിങ്ങൾക്ക് ചരിത്രമറിയുമോ? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി. ഗർഭിണിക്ക് പല മോഹമുണ്ടാകുമല്ലോ, പല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യയുണ്ടല്ലോ, അവിടുന്ന് ഗർഭിണിയായി. ഭർത്താവിനോട് ഇന്നത് വേണം, എനിക്കത് വേണം, ഇത് വേണമെന്ന് പറയാറില്ല. കാരണം ഭർത്താവിന്റെ കയ്യിൽ പൈസയില്ല. അവസാനം ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യ പൂർണ്ണ ഗർഭിണിയായി. ആ പെണ്ണിന് അല്പം ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവിന്റെ കയ്യിൽ ഇറച്ചി വാങ്ങാൻ പൈസയില്ല. പടച്ചവനെ, ഹജ്ജിന് പോകാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസയല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അവസാനമല്ല, ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ചെരുപ്പ് കുത്തിയായ മനുഷ്യനോട് പറയുകയാ, എത്രയോ നാളുകളായി ഇറച്ചി കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ വാങ്ങിത്തരില്ലല്ലോ, നിങ്ങൾ വാങ്ങിത്തരില്ലല്ലോ. എന്നാൽ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെച്ചിരിക്കുകയാ. ഇറച്ചിയുടെ മണമടിക്കുന്നുണ്ട്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിയുടെ മണമടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും നിങ്ങൾ പോയി പറഞ്ഞിട്ട് എനിക്ക് ഇത്തിരി ഇറച്ചി വാങ്ങിത്തരുവോ? ഞാൻ പൂർണ്ണ ഗർഭിണിയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അടുത്ത വീട്ടിൽ അയൽവാസിയുടെ വീട്ടിലെങ്കിലും നിങ്ങൾ പോയി ചോദിച്ചിട്ട് എനിക്ക് ഇത്തിരി കറി വാങ്ങിത്തരുവോ? തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ, ഗർഭിണിയായ പെണ്ണല്ലേ. ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാ, അവൾക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇറച്ചിക്കറി വെച്ചതിന്റെ മണം അവിടെ അടിക്കുന്നത് കാരണം എന്റെ ഭാര്യ എന്നെ പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് ഒരൽപ്പം ഇറച്ചിക്കറി തരുവോ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ഈ മനുഷ്യൻ പറഞ്ഞു, എങ്കിലും ഇറച്ചി വേണ്ട, ഇത്തിരി ചാറെങ്കിലെന്താ?
ഒരൽപ്പം ചാറെങ്കിലും താ. എന്നെ പോലെ നിന്നെ പോലെ ഒരു പെണ്ണല്ലേ എന്റെ ഭാര്യ. അവള് ഗർഭിണിയല്ലേ, നീയും ഗർഭിണിയായിരുന്നവളല്ലേ. അതുകൊണ്ട് എന്റെ ഭാര്യക്കൽപ്പം ഇറച്ചിയുടെ ചാറെങ്കിലും തരാൻ പറയുമ്പോ ആ മുസ്ലിമായ പെണ്ണ് പറഞ്ഞു ഞാൻ തരൂല. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിക്കുന്നു, പെണ്ണേ നീയും മുസ്ലിമാ ഞാനും മുസ്ലിമാ, ഇത്രയും യാചിച്ച് ചോദിച്ചിട്ട് പോലും നീ തരാത്തതിന്റെ കാരണമെന്താ? ഒരു ഇറച്ചിയുടെ ചാറ് പോലും തരാത്തതിന്റെ കാരണമെന്താ? ആ സമയത്ത് ആ പെണ്ണു പറഞ്ഞു, നിങ്ങൾക്കിത് കഴിക്കാൻ പാടില്ല, ഇത് നിങ്ങൾക്ക് കഴിച്ചുകൂടാ, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറയുന്നു, നമ്മൾ രണ്ടുപേരും മുസ്ലിമാണല്ലോ, നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, എന്തുകൊണ്ടാ കഴിക്കാൻ പറ്റാത്തതിന്റെ കാരണം ചോദിക്കുമ്പോ അയൽവാസിയായ പെണ്ണു പറയുകയാ, ഞാൻ വിധവയാണ്, എന്റെ മക്കള് യതീമീങ്ങളാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, എന്റെ മക്കൾ ഒരുപാട് നാളുകൊണ്ട് എന്നോട് പറയുന്നു അല്പം ഇറച്ചി വേണമെന്ന്. എന്റെ യതീമായ മക്കള് ഒരുപാട് നാളുകൊണ്ട് എന്നോട് പറയുന്നുണ്ട് ഇറച്ചി വേണമെന്ന്. വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എന്റെ മക്കൾക്ക് ഇറച്ചി വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല. ഞാൻ എവിടെ നിന്നാണ് ഇറച്ചി വാങ്ങിക്കൊടുക്കുന്നത്? ആരും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ. അല്ലാഹുവേ, ഈ ഇറച്ചി ഏതെന്നറിയോ? ഈ വീടിനകത്ത് കറി വെക്കുന്ന ഇറച്ചി ഏതെന്നറിയോ? ആ പെണ്ണ് പറയുകയാ, ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു, ഒരു കഴുത ചത്ത് കിടക്കുകയാ. ആ കഴുതയുടെ ഇറച്ചിയാണ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഈ വീടിന്റെ അകത്ത് കറി വെച്ചിരിക്കുന്നത്. ഇതെങ്ങനാ നിങ്ങൾക്ക് തരുന്നത്? ഇതെങ്ങനാ നിങ്ങൾക്ക് തരുന്നത്? സുബ്ഹാനല്ലാഹ്. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ നിലവിളിക്കുകയാ, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. യതീമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ വിധവയുടെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഓടിച്ചെന്നിട്ട് ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസ എടുക്കുകയാ. ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസ എടുക്കുകയാ. ഈ പൈസയും എടുത്തുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭാര്യ ചോദിക്കുന്നു, ഇത് എവിടെ കൊണ്ടുപോവുകയാണ്? ഇതെന്റെ അയൽവാസിക്ക് കൊടുക്കാനാണ്. ഭാര്യ പറഞ്ഞു, ഇത് ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാ. എത്ര പട്ടിണി കിടന്നിട്ടും നമ്മൾ ഇതെടുത്തിട്ടില്ലല്ലോ. എത്രയോ പ്രയാസമുണ്ടായിട്ടും നമ്മൾ ഇതെടുക്കാതെ വെച്ചിരുന്ന പൈസയാണ്. ഇത് ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാണ്. ഇതാണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ വീടിന്റെ ഓരത്ത് യതീമായ മക്കള് തിന്നാൻ ഭക്ഷണമില്ലാതെ ചത്തുകിടക്കുന്ന കോവർ കഴുതയുടെ ഇറച്ചി തിന്നുന്ന അവസ്ഥയിൽ കിടക്കുമ്പോ ആ പാവങ്ങളെ സഹായിക്കാതെ ഈ പൈസ കൊണ്ട് മക്കത്ത് പോയിട്ട് കാര്യമില്ല, ഈ പൈസ കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. അതിനെക്കാളും വലിയ പുണ്യം പടച്ചവനെ യതീമിന് കൊടുക്കലാ. ആ പൈസ മുഴുവനും കൊണ്ട് യതീമായ മക്കളുടെ കയ്യിലേക്ക് കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഈ നന്മയ്ക്ക് പകരമാ അല്ലാഹു ആ കൊല്ലം ഹജ്ജ് ചെയ്ത സർവരുടെയും ഹജ്ജ് സ്വീകരിച്ചത്. ഈ മനുഷ്യൻ അല്ലാഹു ഹജ്ജിന്റെ കൂലി കൊടുക്കാനുള്ള കാരണം ഈ നന്മയാടോ? എന്തേ മനുഷ്യ, നിന്റെയും വീടിന്റെ ഓരത്തെ യതീമീങ്ങളില്ലേ, രോഗികളില്ലേ? എന്തേ നീ കാണാത്തത്? കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാണ് പലരും. കിടന്ന് ശരീരത്തിന്റെ തൊലികൾ പൊട്ടിയല്ലോ. ഒന്നെഴുന്നേറ്റ് നടക്കാറ്, ഒന്നെഴുന്നേറ്റിരിക്കാറ് കഴിയാത്ത എത്രയോ രോഗികളെ കാണുന്നവരാണ്. അവരും നമ്മളെ പോലെ നടന്നവരല്ലേ, ആഗ്രഹമുള്ളവരല്ലേ, വീടിന്റെ പുറത്ത് വരണമെന്ന് ആഗ്രഹിച്ചവരല്ലേ, ഒന്ന് ബാത്റൂമിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന എത്രയോ രോഗികൾ, എത്രയോ പാവപ്പെട്ടവർ, എത്രയോ പാവപ്പെട്ടവർ. കല്യാണ വീട്ടിൽ പോകുമ്പോ എല്ലാവരും കവർ കൊണ്ടുപോകും.
കല്യാണ വീട്ടിൽ പോകുമ്പോ എല്ലാവരും കബർ കൊണ്ടുപോകും. ക്യാൻസർ രോഗം പിടിച്ച് കിടക്കുന്നവന്റെ കൈവീട്ടിൽ പോകുമ്പോ വെറും കയ്യോടെ പോകും. ഇതെന്ത് നിയമമടോ? ഇതെന്ത് നിയമമാ സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിർത്തുകയാണ്. 11 കാലായി ദുആ ചെയ്യാൻ പോവുകയാണ്.